വചനമൊഴി മാർച്ച് 4. വചനഭാഗം റോമ 2:1-6, മത്തായിയുടെ സുവിശേഷം 5:38-42. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലതു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുത്തേക്കുക. 1 മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ പോകുക. യാചിക്കുന്നവന് കൊടുക്കുക. നിന്നോട് കടം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, മിശിഹായുടെ അനുയായികൾക്കുണ്ടായിരിക്കേണ്ട അനന്യത എന്തായിരിക്കണമെന്നാണ് ഈശോ മലയിലെ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായ വചനങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. ആവശ്യങ്ങളുമായി തങ്ങളെ സമീപിക്കുന്നവനെ പൂർണ്ണ മനസ്സോടെ സഹായിക്കണമെന്ന് ഇന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചോദിക്കുന്നതിലും അധികം നൽകണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. സ്വന്തമാക്കുന്നതിലല്ല, കൂടുതൽ നൽകുന്നതാണ് നന്മ എന്ന് അവിടുന്ന് മനസ്സിലാക്കി തരുന്നു. പകരം വീട്ടി നടത്തുന്ന വ്യക്തിഗത നീതിയല്ല, ദൈവനീതിയാണ് പ്രധാനം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹവും ശുശ്രൂഷയുമാണ് ദൈവനീതിയുടെ പ്രകടഭാവങ്ങൾ. ദൈവനീതിയുടെ പ്രകടഭാവങ്ങളെ തിരിച്ചുപിടിക്കുവാൻ ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കണമെന്ന് ഇന്നത്തെ വചനഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പകരത്തിനു പകരം എന്നല്ല, പിന്നെയോ ലഭിക്കുന്നത് തിന്മയായാലും ഞാൻ നന്മ മാത്രമേ ചെയ്യൂ എന്നതാകട്ടെ നമ്മുടെ തീരുമാനം. മിശിഹായെ അനുഗമിക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ശ്വസിക്കാതെ ജീവിക്കുന്നവനെ പോലെയാണ് പ്രാർത്ഥിക്കാതെ ജീവിക്കുന്നവൻ. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ കൃപയില്ലാത്ത മനുഷ്യനാണ്. ഫരീസ്യരുടെയും നിയമജ്ഞരുടെയും കപടനാട്യപരമായ പ്രാർത്ഥനകളെ മിശിഹ ഉദാഹരണമാക്കിയിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നൽകി ജനത്തെ കബളിപ്പിച്ച് പുറമോടി കാണിക്കുന്നവരുടെ യഥാർത്ഥ ചിത്രം ഈശോ തുറന്നു കാണിക്കുന്നു. പ്രാർത്ഥനയുടെ ജീവിതമാകാൻ അവിടുന്ന് പ്രേരിപ്പിക്കുന്നു. അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിരുന്നതായി വചനത്തിന്റെ ഏടുകളിൽ നാം വായിക്കുന്നുമുണ്ട്. ഇന്ന് നാം പ്രാർത്ഥനയെ മറക്കുന്നു. കടമ തീർക്കലിന്റെ ചടങ്ങായി പ്രാർത്ഥന മാറിയിരിക്കുന്നു. അർത്ഥവ്യാപ്തിയോ ആവശ്യകതയോ നാം അറിയാതെ പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ നിലനിർത്തുന്ന അനുഗ്രഹത്തിന്റെ ചങ്ങല കണ്ണിയാണ് പ്രാർത്ഥന. നോമ്പിന്റെ നാളുകൾ പ്രാർത്ഥനയുടേതാണ്. 40 നാൾ മിശിഹ ഉപവസിച്ചു, എന്നാൽ അവിടുന്ന് പ്രാർത്ഥിച്ചു എന്നുകൂടിയാണ് അർത്ഥം. ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കുക. നോമ്പുകാലം ഈശ്വര സാന്നിധ്യം അനുഭവിച്ച് അവന്റെ കൂടെയായിരിക്കേണ്ട അവസരമാണ്. ഇത്രയും നാൾ നടത്തിയതിൽ നിന്ന് മെച്ചപ്പെട്ട പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുയർത്തി നമ്മുടെ ഭവനത്തെയും നാടിനെയും നമ്മെ തന്നെയും ദൈവസുതന്റെ കൃപാസ്വീകരണത്തിനായി ഒരുക്കേണ്ട അവസരമാണ് നോമ്പുകാലം. നമുക്ക് വചനം ഹൃദ്യസ്ഥമാക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും.